ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇതിന് ബൺ ഫ്ലവർ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ബൺ ഫ്ലവർ. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് റോളായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. സ്ക്വയർ ആയിട്ടും കിട്ടും, ഇതുപോലെ തന്നെ റോളായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബൺ ഫ്ലവർ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് റോളായിട്ടുള്ള ടിഷ്യൂ പേപ്പറിലാണ്. കാരണം സ്ക്വയറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ഭംഗി തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോളിലുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ആ ടിഷ്യൂ പേപ്പർ ഒറ്റ പേപ്പർ എന്ന് പറയുന്നത് രണ്ട് ഭയങ്കര തിക്നെസ് കുറഞ്ഞിട്ടുള്ള രണ്ട് പേപ്പർ ഒരുമിച്ചിട്ടുള്ളതാണ് ഈ ഒരു റോൾ പേപ്പറിൻ്റെ ഒറ്റ ലെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു തിക്നെസ് തോന്നുകയും നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ആ ഒരു ഫീൽ തോന്നാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ റോൾ ടിഷ്യൂ എടുക്കുക. റോൾ ടിഷ്യൂവിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന പീസസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു 3 പീസസ് വരുന്ന ഒരു ലെയർ, അങ്ങനെ 3 ലെയറാണ് നമ്മൾ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വിഷറ് മടക്കുന്നത് പോലെ തന്നെ ഈ ഒരു 3 ലെയർ അടുക്കി വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ മടക്കിയെടുക്കാം. 3 ലെയറിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഒരുപാട് ഇങ്ങനെ അടിങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫീൽ തോന്നുന്നത് ഈ 3 ലെയർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ, ആ ഒരു കമ്പിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഫ്ലവറാണ്. ആ ഫ്ലവറാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കിയതാണ് അവിടെ ഇവിടേക്ക് അതിൻ്റെ ആ ഒരു നീളമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ നമ്മുടെ സ്ക്വയർ ഷീറ്റിലുള്ള ടിഷ്യൂ പേപ്പറിനെ പോലല്ല ഈ ഒരു റോളിലുള്ള ടിഷ്യൂ എന്ന് പറയുന്നത് വളരെയധികം അടുത്തടുത്തിരിക്കുന്ന പേപ്പറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് അടർത്തി എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കീറിപ്പോകരുത്. കീറിപ്പോകാണ്ട് കുറച്ച് സൂക്ഷിച്ചൊരു ഇത്തിരി ക്ഷമയോടുകൂടി ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ഓരോ ലെയറും, അപ്പോൾ 3 ലെയറല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് 6 പീസസാണ് ഇതുപോലെ നമുക്ക് വിടർത്തി എടുക്കുമ്പോൾ കിട്ടുക. അങ്ങനെ 6 ലെയറും നമുക്കിതുപോലെ തന്നെ വിടർത്തിയെടുക്കാം. ഒരു ഇത്തിരി ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സൂക്ഷിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും അതിങ്ങനെ നല്ല നൈസായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ വിടർത്തി ഇങ്ങനെ വരാനായിട്ട് ഒരു ഇത്തിരി പാടാണ്. ഒരു 2-3 സെക്കൻഡ് ടൈം എടുക്കും. അങ്ങനെ നമുക്കിതുപോലെ തന്നെ ഫുൾ പോർഷനും ഇങ്ങനെ വിടർത്തി എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അവസാനം കിട്ടുന്ന ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. ഇനി ഈ ഒരു 3 ലെയറായിട്ട് നമ്മളിത് ഇങ്ങനെ വിടർത്തിയെടുത്തുകൊണ്ട് അവിടെ ഇവിടെ ചില പ്രൊജക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 6 ഫ്ലവറാണ് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു ടിഷ്യൂവിൻ്റെ ആ ഒരു റോളില്ല, അത് വെച്ചിട്ട് ഏകദേശം ഒരു 4 ഫ്ലവർ വരെ നമുക്ക്, അതായത് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബൺ ഫ്ലവറിൻ്റെ 4 എണ്ണം വരെ നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഏകദേശം അതിൻ്റെ 25 രൂപ നിരക്കൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിന് ആ ഒരു റോളിന് വരുള്ളൂ. നമുക്ക് ആ ഒരു നിരക്കിൽ തന്നെ ഒരു 4 എണ്ണമൊക്കെ നമുക്ക് അതുപോലെ തന്നെ വീട്ടിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇങ്ങനെ 6 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത ഈ 6 ഫ്ലവറും നമുക്കിങ്ങനെ ഒന്നിൻ്റെ കൂട്ടത്തിൽ ഒന്നായിട്ട് നല്ലൊരു ബണ്ണിൻ്റെ, നല്ല രീതിയിൽ തിക്കായിട്ടിരിക്കുന്ന അടിങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ തന്നെ ഒന്നിൻ്റെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, 5 എണ്ണവും ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണവും കൂടി ഉള്ളൂ. അതും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബൺ ഫ്ലവറിൻ്റെ ഏകദേശം പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അവിടെ ഇവിടെയായിട്ട് ഒരുമാതിരിയൊക്കെ പൊങ്ങിയും താന്നും ഒക്കെ ഇരിക്കുമല്ലേ. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കൊടുക്കണം. അങ്ങനെ നമ്മളിതുപോലെ തന്നെ കത്രിക വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പ്രൊജക്ഷൻസ് എല്ലാം നമുക്കൊന്ന് കത്രിക കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ, എവിടെ നിന്ന് നോക്കിയാലും ഒരേ ഷേപ്പിൽ ഏകദേശം തോന്നുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു ഫ്ലവറായിട്ട്, ഒറ്റ ഫ്ലവറായിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഞാൻ വെച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ മുകളിലത്തെ ഫ്ലവറിന് ഒരു ഇത്തിരി പ്രൊജക്ഷൻ മുകളിലോട്ട് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലും ആ ഒരു ഏരിയ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ മുകളിൽ കുറച്ച് ചെയ്തുകൊണ്ട് ആ ഒരു പോർഷനിൽ തന്നെ എനിക്ക് കൂടുതൽ കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ആ ഒരു പൂക്കൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാകും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്ന രീതിയിലുള്ള വലിയൊരു കൊടയുടെ ഒരു രീതിയിൽ നമുക്കിങ്ങനെ തന്നെ ആ ഒരു ഫ്ലവർ ഇരിക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലോട്ടൊക്കെ വരുന്നുണ്ടല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു ചെറിയൊരു കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം. കാരണം നമ്മൾ കത്രി കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അതെല്ലാം കൂടി ഇങ്ങനെ അടിങ്ങിയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത് നേരെ ആയിക്കോളും. ഓക്കെ, കുറച്ചും കൂടെയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ ആ ഒരു പോർഷൻ നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു മൊത്തത്തിലൊരു നല്ലൊരു ഫ്ലവറായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബൺ ഫ്ലവറിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൺ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരൊറ്റ രീതിയിൽ ഇങ്ങനെ വലിയൊരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു ഈർക്കിലി വെച്ചിട്ടാണ്, നമുക്കിപ്പോൾ ഈർക്കിലിയോ വലിയ കട്ടിയുള്ള കമ്പി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനും ഇപ്പോൾ ഈർക്കിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് താഴത്തോട്ടുള്ള പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്രേപ്പ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ക്രേപ്പ് പേപ്പർ ഞാൻ ഗ്രീൻ ടേപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ പോർഷൻ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിലെ ഫിനിറ്റ്സ് പേപ്പറാണ്. അറിയാലോ, നമുക്ക് ഇല വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലീവ്സിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ ഫിനിറ്റ്സ് അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് വലിയ ലീഫാട്ടോ ഞാനിവിടെ വെട്ടുന്നത്. കാരണം ഇത് അത്യാവശ്യം വലിയൊരു ഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ലീഫ് വെച്ച് അത്ര ഒരു ഹൈലൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്തിരി വലിയ നീളമുള്ള ഒരു ലീഫാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ബൺ ഫ്ലവറും ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു 4-5 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. താങ്ക്